ആനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാലിഹത്തായ പെണ്ണിന്റെ ഒന്നാമത്തെ ആനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലൂടെയാണ് കടന്നുപോയ സർവ്വട്ടന്മാരുടെ ചരിത്രത്തിന്റെ സമാധാനമായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ വിവാഹം കഴിച്ച ധാരയാണ് പ്രവാചകനെ 25 വയസ്സ് 15 വയസ്സിൽ കൂടുതലുള്ള മഹോഷ തോന്നുകയാണ്. നബി മുഹമ്മദ് മുസ്തഫ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ബീവിയാണ് ഈ സദസ്സിനെ കടന്ന് ഞാൻ പടകുറ്റോടെ 63ാമത്തെ വയസ്സിലാണ് ടെൻഷനുകളും കടന്നു വരുമ്പോ ഖദീജയെ ായിരുന്നു. പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ മറ്റുള്ള ഭാര്യമാരോട് സംസാരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മറുപടി എന്തെന്നറിയുവോ? എന്റെ ഖദീജ എങ്ങനെയായിരുന്നു, എന്റെ ഖദീജ ഇങ്ങനെയായിരുന്നു. റസൂലുള്ള തന്റെ ഭാര്യമാരോട് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകന് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ ഇറച്ചിക്കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ? ഖദീജയുടെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ഖദീജയുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണമെന്താ? അവിടെയാണ് പഠിക്കേണ്ടത്. 15 വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തുനബി 50ാമത്തെ വയസ്സ് വരെ ഖദീജ ബീവിയുടെ കൂടെയാണ് ജീവിച്ചത്. 25 വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു. ഒറ്റ ഭാര്യയെ ഖദീജ ബീവി മരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റസൂല് വേറെ ഒരു വിവാഹം കഴിച്ചില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഖദീജയാരാ? ഖദീജയാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പഠിച്ചവനെ 40ാമത്തെ വയസ്സില് സൗറെന്ന് പറയുന്ന ഗുഹയ്ക്കകത്ത് പരിശുദ്ധമായ കഅബാലയം കാണാൻ കഴിയുന്ന ആ ഗുഹയ്ക്കകത്തിരുന്ന് രാവും പകലും അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബാദത്താണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ വിമാനം ഭൂമിയുടെ മടുക്കത്തിലും മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമായ ഖുർആൻ ഒരു കൊടുത്തു. അവസാനമാ പർവ്വതത്തിന്റെ മുകൾക്കത്തിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുകയാണ്. എവിടേക്കാടിയത്? കുടുംബക്കാരുടെ മുന്നിലേക്കല്ല. ജീവിതത്തിലെ ഭർത്താക്കന്മാര് പഠിച്ചോ, ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ പോകേണ്ടത് എവിടെയാണ്? എവിടെ പോയാലാ സമാധാനം കിട്ടുന്നത്? എവിടെ പോയാലാ പരിഹാരം കിട്ടുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാ. പ്രവാചകൻ ഒറ്റയ്ക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ആദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം ഉംറയ്ക്ക് പോകുമ്പോ കേറിപ്പോയിട്ടുണ്ട്. പടച്ചവനെ, 1 മണിക്കൂറോളം 1.5 മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് മുകളിൽ കയറി പോകണം. ആ മലയുടെ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. മുത്തുനബി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത്, കൂട്ടുകാരുടെ മുന്നിലല്ല പോയത്. പിന്നെ പോയത് എവിടെയെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഖദീജ ബീവിയുടെ വീട്ടിലേക്കാണ് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തുനബി ഇറങ്ങി ഓടുന്നത്. പഠിച്ചവരെ, ഖദീജ ബീവിയുടെ
ബീവിയുടെ വീടിന്റെ മുന്നിലെത്തി. ഖദീജ ബീവി എന്തെന്ന് ചോദിച്ചില്ല, എന്തേ നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ചു വിറച്ച് ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഭാര്യയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിക്കുന്ന പ്രവാചകൻ പറയുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ. ഒരു ഭാര്യതാണ്. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ എന്തേ എന്നല്ല ചോദിച്ചത്, തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് തന്റെ മടിയിൽ പിടിച്ചു കിടത്തി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്ക് പുതപ്പിച്ചു. എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു, എന്തേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, എന്ത് പറ്റി? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള തന്നെ പറയുന്നുണ്ട്, മുത്തുനബി തന്നെ പറയുന്നുണ്ട്, ഖദീജ ബീവി പറഞ്ഞ വാക്കെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, നബിയേ, വല്ലാഹു യുഖ്ഫീകല്ലാഹു അബദാ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ, ഒരിക്കലും അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. നിങ്ങളുടെ റബ്ബൊരിക്കലും നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ പാപങ്ങളെ സഹായിക്കുന്നവരാ, വിധവകളെ സഹായിക്കുന്നവരാ, യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ. തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാണ്. അവിടെന്ന് പറഞ്ഞ ഒറ്റ വാക്ക് റസൂലുള്ള മറക്കുന്നത് മരിക്കുന്നത് വരെ റസൂലുള്ളാഹി തങ്ങളെ മറന്നുപോയില്ല. ഖദീജ ബീവി പറഞ്ഞു, അല്ല നിങ്ങളെ കൈവിടൂല നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിലും എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ നിൽക്കുകയാ. സാലികത്തായ പെണ്ണാരെന്നറിയുമോ? ഈ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാണ്. ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് വല്ലാതെ വേദനിച്ച് ക്ഷീണിച്ച മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന ഭർത്താവിന് വീടിന്റെ കവാടത്തിൽ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുണ്ടെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുളച്ചു കളഞ്ഞിട്ട് ഓട്ടയിക്ക, ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലോ. ആ ഒരു വാക്കാ സഹോദരാ, അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ? അവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഗുഹയുടെ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് മുത്തുനബി ഓടി വന്നത് എവിടെ? ഭാര്യയുടെ അടുക്കൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോട് ആദ്യം പറയേണ്ടത്? ഭാര്യയോട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും പറയാറില്ല രഹസ്യം മനസ്സിലാക്കി. ഭാര്യയുടെ കാര്യമൊന്നും പറയാറില്ല. കാരണം ഭർത്താവ് ഭാര്യയോടൊന്നും പറയാറില്ല, ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല. കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല. മാറാകട്ടെ. എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം, ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം. ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു 10 മിനിറ്റിൽ നിന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരെ അധികം ഭർത്താക്കന്മാരും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് പണമില്ലെന്നോ വീടില്ലെന്നോ. പണമോ വീടോ സുഖമോ ഒന്നുമല്ല.
100% പെണ്ണുങ്ങളുടെയും പരാതി, ഉസ്താദ് എന്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കുന്നില്ല. സത്യമല്ലേ? ഒരു 5 മിനിറ്റ് കുടുംബകലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചേർക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു. പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല. ഇരിക്കുന്ന നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുന്ന സമയമില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചു, വല്ലതും തെറ്റി ടിവിയുടെ മുന്നിൽ ഇരിക്കെ കടന്നുറങ്ങും. നീ വല്ലതും തിന്നോടിയെന്ന് പോലും നമ്മൾ ഈ പലരും ചിന്തിക്കാറില്ല. സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും. അല്ലെ, ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, വർഗത്തിൽ എല്ലാവരും മലക്കണം. പാട്ട് സ്നേഹം പടർത്തുന്ന പ്രിയങ്കനാണ് എന്റെ ഭാര്യ. പാട്ടുകാർക്ക് എങ്ങനെ പലതും പറയാം. ഓന്റെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെയും മാർക്കറ്റിൽ വന്നു കിടന്ന് 2 മണിക്ക് 3 മണിക്ക് വരുന്നതാണ്. ഇവിടെ വന്നു കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഉച്ചയായി, ഉച്ച കഴിഞ്ഞു. ആ സമയത്ത് വീട്ടിലേക്ക്, അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ചുമട്ട് തൊഴിലാളിയാ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്കാം. ഈ ശരീരം മുഴുവൻ തളർന്നു വരുന്ന ഭർത്താവിനെ വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് ഒരൊറ്റ വാക്ക് മതി സഹോദര, സർവ്വവേദനയും മറക്കാം. പക്ഷെ അങ്ങനെ പറയുന്നൊരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി? നമ്മൾ പിശുക്കന്മാരാ, എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ പഠിക്കുന്നവരാണ്. നമ്മളെ കാലം വലിയ പിശുക്കന്മാർ. നമ്മൾ പറയും പള്ളിക്ക് പൈസ തരാത്തവനാ, ഓനൊന്നും അല്ല രാജിക്കാൻ. അല്ലാതെ പള്ളിക്ക് പൈസ തരാത്തവനൊന്നും അല്ല പിശുക്കൻ. ഏറ്റവും വലിയ പിശുക്കനാരെന്നറിയോ? സ്വന്തം പെൺപിള്ളകളുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവന്മാരുണ്ട്. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്നാ നിനക്കൊന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? തന്റെ നിരക്ക് നാട്ടുകാർ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊക്കെയല്ലേ, കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ചിരിയും കളിയും, ഓ എന്താ വിശേഷമൊക്കെ. അല്ലാഹു അലം. വേറെണ്ണത്തിന് വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടിൽ വിവാഹം കഴിച്ച് മഹർ കൊടുത്ത് കൊണ്ടുവന്ന അല്ലാഹു ഹലാലാക്കി തന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്കൊന്ന് പുഞ്ചിരിച്ചാലെന്താ? സ്നേഹത്തോടെ ഒന്ന് നോക്ക്. അതന്നെയല്ലേ പെണ്ണിന്റെ പരാതി. നീ നോക്കിയാലല്ലേ എടാ ചങ്ങായി ഒരു പാല അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യക്ക് തിരിച്ചുണ്ടാകൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നബി സഈദുൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു, ഇന്ന റജുലൻ ഇദാ നദറ ഇല ഇംറഅതിഹി വ നദറതു ഇലൈഹി നദറ അല്ലാഹു തആല ഇലൈഹി നദറത റഹ്മാ. നബി പറയുന്നത് കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങണോ, പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ അകത്തിറങ്ങണോ, നിനക്ക് സന്തോഷം വേണോ, നിനക്ക് സമാധാനം വേണോ, ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ, സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് 21 വയസ്സുള്ളവളാകട്ടെ, അല്ലെങ്കിൽ 35 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 60 70 വയസ്സുള്ള തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവന്റെ റഹ്മത്ത് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ പെരുമഴ നിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. എന്ത് ചെയ്തപ്പോ നിസ്കരിച്ചപ്പെടല്ല, സദഖ കൊടുത്തപ്പെടല്ല, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പെടല്ല, യതീമീങ്ങളെ സഹായിച്ചപ്പെടത്തില്ല, അല്ലാഹുവിന്റെ പള്ളിക്ക് സദഖ കൊടുത്തതിന്റെ പ്രതിഫലമല്ല. നീ വിവാഹം കഴിച്ച് ഹലാലായ മഹർ കൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ ഒന്ന് നോക്കിയാൽ
അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ചറപ്പിന്റെ റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ്. പടച്ചറപ്പ് നിനക്ക് റഹ്മത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നിനക്ക് ലഭിക്കുകയാണ്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ലഭിച്ചാ ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കുന്ന സ്നേഹത്തോടെ നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഭാര്യയുടെ കയ്യിലൊന്നും നിനക്ക് പിടിക്കാൻ കഴിയോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലോ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ചാ നാട്ടുകാര് കാണാനല്ല, കുടുംബക്കാര് കാണാനല്ല, മക്കള് കാണാനല്ല, പടച്ചറപ്പ് കാണാൻ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമെന്തെന്നറിയില്ലോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലോ. കൈകൊണ്ട് പിടിക്കരുതെന്ന് പടച്ചറപ്പ് പറഞ്ഞ പലരും നീ പിടിച്ചില്ലോ, പലരും നീ എടുത്തില്ലോ, പലരും നീ ചെയ്തില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു വരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിനക്ക് ചിരിക്കാൻ മനസ്സില്ലല്ലോ. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിക്കാറ്, സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിക്കാറ് ഇന്ന് പല ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയുന്നില്ലല്ലോ. നാട്ടുകാരെ കാണുമ്പോൾ, നാട്ടുകാരെ കാണുമ്പോ, അന്യവന്റെ ഭാര്യയെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും ചിരിക്കാനും തമാശ പറയാനും ഒരുപാട് സമയമുണ്ടല്ലോ. എങ്കിലും മുത്തുനബിയല്ലേ പറയുന്നത്, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാൽ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? കഷ്ടം വെള്ള തുണിയിൽ പുതച്ച് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, അല്ലാഹ് പറയുന്ന മലക്ക് മാടി വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, മരണത്തെ നേരിട്ട് കാണുന്ന സമയമുണ്ടല്ലോ. പായിപ്പാട് പള്ളിയിൽ ഇന്നാലില്ലാഹു വ ഇന്നാ ഇലൈഹി റാജിഊൻ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവ്, ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് മരിച്ചു കിടക്കുമ്പോഴും കാണാ സഹോദരാ, നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ. അതുകൊണ്ട് നീ സമയം കണ്ടെത്തോ, നിന്റെ ഭാര്യയോട് സംസാരിക്കോ. അവരുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം, നിന്റെ പ്രയാസം മാറണം. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത്. അവളാണ് സാലിഹത്തായ ഭാര്യ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ പേടിച്ച് വിറച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കിടന്നുടങ്ങ പ്രിയപ്പെട്ട ഭർത്താവിനെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് അവളെന്ന് പറയുന്നു, ആര് കൈവിട്ടാലും അമ്മ നിങ്ങളെ കൈവിടൂല. കാരണം നിങ്ങൾ യതീമീങ്ങളെ സ്നേഹിച്ചവരാണ്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, രോഗികളെ സഹായിക്കുന്നവരാണ്. ഒരിക്കലും പടച്ചറപ്പ് നിന്നെ കൈവിടില്ല എന്ന് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത ഭാര്യ. പടച്ചവനെ, അവളാണ് ഭാര്യ. അങ്ങനെയുള്ള പെണ്ണാണ് സാലിഹത്തായ ഭാര്യ. ഏത് ഭർത്താവാ മറക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനാ ഖദീജാനെ മറന്നില്ലല്ലോ, മരിക്കുന്ന കാലം വരെ മറന്നില്ലല്ലോ. ഖദീജയാരാ? ഖദീജയാരാ? അല്ലാഹുവിന്റെ മലക്കുകൾ, അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ ഭക്ഷണവുമായിട്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു പോകുന്ന ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ ജിബ്രീൽ ഇപ്പൊ വന്നിട്ട് പോയതേയുള്ളൂ, ജിബ്രീൽ വന്നിട്ട് പോയതേയുള്ളൂ. എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയോ? എന്തിനാണ് ജിബ്രീൽ വന്നതെന്നറിയോ? ഖദീജ, അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുകയാ.
റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ ഭക്ഷണവുമായി കടന്നുപോയ ഭാര്യയോട് റസൂലുള്ള പറയുന്നു, ഖദീജ, അല്ലാഹു നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു, ജിബ്രീലും നിനക്ക് സലാം പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ സലാം ഖദീജയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് സ്വാലിഹത്തായ ഭാര്യയുടെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയുമോ? ഭർത്താവ് അവളുടെ മുഖത്ത് നോക്കിയാൽ സർവ പ്രശ്നങ്ങളും തീരുകയാണ്, സർവ ടെൻഷനുകളും തീരുകയാണ്. ആ പെണ്ണിന്റെ മുഖം കണ്ടാൽ ഭർത്താവിന് സമാധാനം കിട്ടുന്നുണ്ട്. പെണ്ണാണ് സാലിഹത്തായ ഭാര്യയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? മുത്തുനബിയുടെ ചരിത്രം എടുത്തു നോക്ക്. ഖദീജ ബീവിയോട് മാത്രമായിരുന്നില്ല പ്രവാചകൻ ഇങ്ങനെ, എല്ലാ ഭാര്യമാരോടും ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരോടും സ്നേഹമായിരുന്നു. ഒരാളോടും പ്രവാചകന് വേർതിരിവില്ലായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറയുന്നു, മുത്തുനബിയെ പോലെ ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ ഭർത്താവിനെ പോലെ പുഞ്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. എന്തൊരു കളിയും തമാശയുമായിരുന്നു അറിയുമോ? നമ്മളിന്ന് വിവാഹം കഴിച്ചാൽ ടെൻഷനാണ്, പ്രയാസമാണ്, വീട്ടിലേക്ക് കടന്നു പോകാൻ മടിയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുന്നത് തന്നെ ദേഷ്യമാണ്, ഭർത്താവിന് ഭാര്യയെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. ഒരു കട്ടിലിന്റെ അപ്പുറവും ഇപ്പുറം പടച്ചവരെ ഒരു പുതപ്പിന്റെ കീഴിൽ രണ്ടു മനസ്സുമായി കിടക്കുന്ന ഭാര്യയും ഭർത്താവ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എടുത്തു നോക്ക്, നബിയുടെ ജീവിതം എടുത്തു നോക്ക്. ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം കളിച്ച നബിയാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് സമയമുണ്ടോ? നമുക്ക് പെണ്ണുമ്പിള്ളെ എടുത്ത് സംസാരിക്കാൻ സമയമില്ല. എങ്കിൽ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് പറഞ്ഞങ്ങാതി. ഓണത്തിന് പോലും ഓടാത്ത നീയാ പറയുന്നത് ഓട്ട മത്സരത്തെ കുറിച്ച്. സ്വന്തം ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഓട്ട മത്സരം എത്രാമത്തെ വയസ്സിൽ? അതുപോലെയുള്ള എന്തോ ഒരു സാധനം. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ കണ്ടിട്ട് പോലില്ല ആയിഷ ബീവി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവിയുടെ മകൾക്ക് ആയിഷ ബീവിയുടെ വയസ്സിനെക്കാളും കൂടുതലുണ്ടെന്നാ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, 50ാമത്തെ വയസ്സിലെങ്ങാണ്ട റസൂലുള്ളാഹി തങ്ങൾക്ക് 50 വയസ്സുണ്ട്, ഖദീജ ബീവിക്ക് 65 വയസ്സ്. അപ്പൊ 50 വയസ്സ് കഴിഞ്ഞിട്ട് ആ പ്രവാചകൻ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചേ. അപ്പൊ ആ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയായിട്ട് മുത്തുനബി ഓട്ട മത്സരം. ഓട്ട മത്സരം മഹാനായ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരത്തിൽ എപ്പോഴും ജയിക്കും. ആയിഷ ബീവി തോറ്റു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തോക്കുന്നത് കണ്ടപ്പോൾ മുത്തുനബി തോറ്റു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ഭാര്യയും ഭർത്താവും, അതായിരുന്നു സ്നേഹബന്ധം. നമ്മൾ ആ വയസ്സിന്റെ കണക്ക് പറഞ്ഞിട്ട് പറയണത്, ഓ ആ പ്രായം ചെന്ന മനുഷ്യനാ ചെറിയ പെണ്ണിനെ വിവാഹം കഴിച്ചെന്നൊക്കെ പറയും. ചെങ്ങായി, അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കിടന്ന് അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ സന്തോഷിച്ചെന്നറിയോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അവിടെയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ ബഖീൽ ഒരു കബറടക്കം കഴിഞ്ഞിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരുമ്പോ തലവേദന സഹിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന് വല്ലാത്ത തലവേദന. ആ മരണത്തിന്റെ തലവേദന തുടങ്ങുന്ന അവിടെ നിന്നാണ്. പ്രവാചകൻ ഈ വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാ. അവിടുന്ന് എന്റെ തലയെ പടച്ചോനെ, എന്തൊരു വേദനയാ അല്ലാ, മരിച്ചാ മതിയായിരുന്നു പടച്ചോനെ, ഇതെന്തൊരു തലവേദന. വീടിന്റെ അകത്ത് കിടന്ന് കരയാ. ഭർത്താവിന്റെ തല വേദനിച്ചപ്പോ ഭാര്യയുടെ തലയും വേദനിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ ബന്ധം. ഉദാഹരണം പറഞ്ഞ നമ്മുടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ചങ്ങാതി, ഇവിടെ ഈ പള്ളിയിൽ ജോലി ചെയ്ത ബംഗാളിയാന്ന് തോന്നുന്നു. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം കയ്യിൽ എന്തോ ഒരു മെഷീൻ വന്ന് കൊണ്ടിട്ട് പോയാ ചങ്ങാതി.
അദ്ദേഹത്തിന്റെ കയ്യില് മിഷീൻ വന്ന് കൊണ്ടിട്ട് നരമ്പ് കട്ടായി പോയി. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. പക്ഷെ ആ ചെറുപ്പക്കാരനോട് അവന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ 2 ദിവസം ജോലിക്ക് പോകണ്ട. ആ കൈമുറിയുന്നതിന്റെ തലേ ദിവസം അവനെ വിളിച്ചിട്ട് അവന്റെ അമ്മ പറഞ്ഞു, നീ 2 ദിവസം ജോലിക്ക് പോകണ്ട, നിനക്ക് എന്തോ പറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു മോനെ. അതൊരു ബന്ധമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അത് ഉമ്മയും മകനും അങ്ങനെ ചിലപ്പോ സ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കാറുണ്ട്. പെട്ടെന്ന് രാത്രി അതൊരു ബന്ധമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, അതുപോലെ ഉള്ളൊരു ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അറിയാൻ പറ്റും. ചില ഭർത്താവിന് ഭാര്യയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭാര്യക്ക് ഭർത്താവിനെ കണ്ടാൽ തന്നെ അറിയാം എന്തോ കള്ളത്തരം ഉണ്ടെന്ന് അല്ലേ. ഭാര്യ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തൊക്കെ നിങ്ങളെ കുറെ കാലായില്ലേ ചങ്ങാതികളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ അള്ളാഹു അവർക്കൊക്കെ ഈമാനും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് കരയാ. റസൂലുള്ളാഹി തങ്ങൾ കയറി ചെന്നപ്പോ പറയാ, നബി എന്തൊരു തലവേദനയാ പഠിച്ചവനെ, എന്തൊരു വേദനയാ പഠിച്ചവനെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ നീ എന്തിനാ പേടിക്കണേ? നീ എന്തിനാ ആയിഷ നീ പേടിക്കുന്നേ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു, നിന്നെക്കാളും ഭാഗ്യവതി വല്ലതും ഉണ്ടോ? ഈ തലവേദന കാരണമെന്നാണ് നീ അങ്ങ് മരിച്ചുപോയാൽ, തലവേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് തല പൊട്ടുന്നു എന്ന് പരാതി പറഞ്ഞ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞ ഒരു തമാശയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഈ തലവേദന വന്ന് നീ എങ്ങാണമെന്ന് മരിച്ചുപോയാൽ, പഠിച്ചവരെ നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു പോകുന്നത്, അല്ലാഹുവേ അതും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ ആയിഷ. നീ എങ്ങാനും മരിച്ചുപോയാ നിന്റെ ജനാസ ഒരാളെയും കാണാൻ അനുവദിക്കില്ല, നിന്റെ ശരീരം ഒരാൾക്കും കാണാൻ കൊടുക്കില്ല. ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ ജനാസ ഞാൻ തന്നെ കഫൻ ചെയ്യും ആയിഷ. റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ മയ്യത്ത് ഒരാളെയും കാണിപ്പിക്കാതെ ഞാൻ തന്നെ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയും. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വസല്ലൈതു അലൈകി, നിന്റെ മയ്യത്ത് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും ആയിഷ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ ഖബറ് കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് നിനക്ക് ഖബറ് കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ ഖബറിന്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വെക്കും. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, പടച്ചോനെ എന്തൊരു തലവേദന അല്ലാ, ഈ വേദന വന്ന എന്തല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് ഞാൻ സ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കബറ് കുഴിച്ചിട്ട് ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ കബറിൽ ഇറക്കി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലല്ലേ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മൾ ഇന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോകാൻ, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി റസൂലുള്ളാഹി തങ്ങൾ ആ ഒരു വിനോദമായ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ കൂടെ വേണം ഉസ്താദ്. അല്ലാ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മൾ മസല കണ്ടെത്തുന്ന അങ്ങനെയാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തോളിന് ചാരി എന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പടച്ചോനെ ആ സമയത്ത് ആ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഓട ജീവനും കൊണ്ടല്ല, ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി. ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ, പെണ്ണ് കെട്ടിക്കൊണ്ട് അടുക്കളയിട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല, വികാലാന്റി കൊണ്ടുപോയി ഇത്രയുള്ളത് ഇട്ടുകൊണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല, ചങ്ക
തുറമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാപത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു, ഭാര്യമാരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്നേഹം, കാരുണ എല്ലാവരോടും. ആയിഷ ബീവി റളിയല്ലാഹു തആല പ്രവാചകന് ദേഷ്യം വരും. പക്ഷെ പ്രവാചകൻ എങ്ങനെ, ഒരിക്കൽ ചരിത്രം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിഷ ബീവി വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പോഴാ പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പൊ മറ്റൊരു ഭാര്യക്കറിയാം പ്രവാചകൻ ഇറച്ചിക്കറി വലിയ ഇഷ്ടമാ. നബിയെ, ഇന്ന് വീട്ടിൽ ഇത്തിരി ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട് നബിയെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു തആലയുടെ വീട്ടിലേക്ക് ഇറച്ചിക്കറിയുമായി കടന്നു വന്നു. ആയിഷ, അപ്പുറത്തുനിന്ന് കിട്ടിയതാണ്, നല്ല ഇറച്ചിക്കറിയ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നതും ആയിഷ ബീവി ഒരൊറ്റ തട്ട് പാത്രം തറയിൽ വീണിട്ട് 4-5 കഷ്ണമായി. ഇറച്ചി പാത്രം ഉൾപ്പെടെ തറയിൽ വീണ് പാത്രം വരെ പൊതിപ്പോയി. സുബ്ഹാനല്ലാഹ്, നമ്മളെങ്ങാണ് ചിന്തിക്ക്. നമ്മുടെ സഹോദരി അടുത്ത് താമസിക്കുക. ഓള് പറയുന്നത്, നല്ലത്തിന് നാടൻ കോഴിയുടെ കറിയുണ്ട് ഇത്തിരി തന്നു, അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ തട്ടിയൊന്നും താഴെ ഇടണ്ട, ആമിനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, ഇവിടെ ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തട്ടി താഴെ ഇട്ടു. താഴെ വീണ പാത്രം ഇങ്ങനെ പറക്കാം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ പറക്കിയെടുക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ഓടി വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് എല്ലാ ദേഷ്യവും പോയി. മറുപടി വല്ലാത്ത സൈക്കോളജിയാണ്. തന്റെ ഭാര്യയോട് പറയാ, നിനക്ക് ദേഷ്യമുള്ളത് എപ്പോഴാ, ദേഷ്യമില്ലാത്തത് എപ്പോഴാന്ന് എനിക്കറിയാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വളരെ ദേഷ്യത്തോടുകൂടി കയ്യിലിരുന്ന ഇറച്ചിപ്പാത്രം തട്ടി തറയിലിട്ട് പൊട്ടിച്ച് കലിതുള്ളി നിൽക്കുന്ന ഭാര്യയോട് റസൂലുള്ളാഹി പറയണേ, നിനക്ക് എപ്പോഴാ എന്നോട് ദേഷ്യമുള്ളത് ഇല്ലാത്തത് എനിക്കറിയാം ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല പെട്ടെന്ന് ചോദിച്ചത് എങ്ങനെ അറിയാൻ? ഉടനെ ചോദിച്ചു, അതെങ്ങനെ അറിയാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് ദേഷ്യമുണ്ടാകുന്ന സമയത്തും ദേഷ്യമില്ലാത്ത സമയത്തും നീ പറയുന്ന 2 വാക്കുകളുണ്ട്. അതുകൊണ്ട് ആ അടയാളം വരെ പ്രവാചകൻ അവിടെ നിന്ന് തന്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. എന്നാൽ റസൂലുള്ള ഒരൊറ്റ ഭാര്യയെ തല്ലിയിട്ടില്ല. ഒരാളെ പോലും റസൂലുള്ളാഹി തങ്ങളെ തല്ലിയിട്ടില്ല. ഒരു ഭാര്യയോടും പ്രവാചകൻ തല്ലുകയോ മോശമായി പറയുകയോ ചെയ്തിട്ടില്ല എന്ന് ആ 63 വർഷത്തെ ജീവിതം പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയമില്ല. ഒന്നാമത്തെ അടയാളം, ഏതൊരു പെണ്ണിന്റെ മുഖത്ത് നോക്കുമ്പോഴാണോ ഭർത്താവിന് സമാധാനം കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത്, അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യയാണ് സാലിഹത്തായ പെണ്ണിന്റെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭർത്താവ് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഭാര്യ. ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന ഭാര്യ, അങ്ങനെ ഒരു സ്വഭാവം നിന്റെ ഭാര്യക്കുണ്ടോ? അവള് സാലിഹത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭർത്താവ് പറയുന്നത് അനുസരിക്കുന്ന ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവരെ, അധികം പേരും അങ്ങനെയല്ല. ഭർത്താവ് പറയുന്നത് അധികം പെണ്ണുങ്ങളും അനുസരിക്കാറില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത്? എന്തിനാ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നത്? അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ പല ഭർത്താക്കന്മാരും ഭാര്യയോട് പറഞ്ഞ ഭാര്യ അനുസരിക്കാറില്ല. അതിനുള്ള കാരണം എന്താ? നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയും, അവനവൻ ഇരിക്കേണ്ട സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ വേറൊരുത്തൻ കയറിയിരിക്കും. അതെന്താണ് ഞാൻ പള്ളിക്കകത്ത് വെച്ച് പറയുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞ മനസ്സിലായോ? എന്തോ മനസ്സിലായി? നീ നിൽക്കേണ്ടടുത്ത് നിന്നില്ല, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. എടാ, നമ്മൾ പറഞ്ഞാൽ ഭാര്യ അനുസരിക്കണമെങ്കിൽ നീ ആദ്യം പറയാൻ അർഹതയുള്ള ഒരു ഭർത്താവാകണം.
പെണ്ണുമ്പിള്ളയ്ക്ക് ചെലവിന് കൊടുക്കാത്തവനാ വീട്ടിൽ പോയിട്ട് വയത് പറയുന്നത്. വെള്ളം കുടിച്ച് നടക്കുന്നവനാ വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പിള്ളയുടെ തസ്കരിക്കാൻ പറയുന്നതല്ല. നിനക്ക് പറയാനുള്ള അർഹത ഉണ്ടാക്കണം. നിന്റെ ഭാര്യ അവള് മാതൃകയാക്കേണ്ടത് നിന്നെയാ, മറ്റുകാരല്ല, ഉസ്താദന്മാരുടെ വയലല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരമുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായി ദുആയ്ക്ക് പറയണം? അല്ലാഹുവേ, അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, പടച്ചോനെ, നിന്നെ പേടിയുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കണ്ണിന് കുളിർമയുള്ള മക്കളെയും എനിക്ക് തരണേ തമ്പുരാനെ. ഈ മുത്തഖീന ഇമാമ, പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു ഭർത്താവാക്കി എന്നെ മാറ്റണേ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ പെണ്ണുപിള്ളയ്ക്ക് മാതൃകയാക്കുന്ന ഒരു ഭർത്താവാണോ നമ്മൾ? നമ്മുടെ ഭാര്യയ്ക്ക് മാതൃകയാകുന്ന ഒരു ഭർത്താവാണോ? ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യയോട് കൽപ്പന നടത്തിയ ഓള് പറയും, ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്കുന്നില്ല, എന്നിട്ട് ഇങ്ങോട്ട് വാ. ആദ്യം നിങ്ങളൊന്ന് ഖുർആൻ കൈകൊണ്ടിട്, ഓതിയിട്ട് എന്റെ അടുത്ത് ഒന്ന് പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് ഭർത്താവ് കൽപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അത് അനുസരിക്കുക എന്നത് ഭാര്യയുടെ കടമയാണ്. ആ ഗുണം നിന്റെ ഭാര്യയ്ക്കുണ്ടെങ്കിൽ അവൾ സാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവ് പറയുന്നു, ഭാര്യയോട് പറയുന്നു, നീ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട, ഒരിടത്തേക്ക് നീ പോകണ്ട എന്ന് പറഞ്ഞാൽ പോകണ്ട. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണിന്റെ ചരിത്രമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ല, ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുത്തു. ഭർത്താവ് യാത്ര പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഈ പെണ്ണിന്റെ വാപ്പായ്ക്ക് രോഗമായി. വാപ്പായ്ക്ക് രോഗം പിടിച്ചു. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, മോളെ, നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ, അതുകൊണ്ട് നീ ഒന്ന് കാണാൻ പോ. ഈ പെണ്ണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ആളയച്ചു. നബിയേ, എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ വീടിന് പുറത്തിറങ്ങരുതെന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ നബിയെ. നബി പറഞ്ഞത്, ഭർത്താവ് പറഞ്ഞത് അനുസരിക്ക്, എന്റെ ഭർത്താവ് പറയുന്നത് അനുസരിക്ക്. കുറച്ചു കഴിഞ്ഞു വാപ്പ രോഗം കൂടി സക്കറാത്തിന്റെ അവസ്ഥയില്. കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണെ കാണണമെങ്കിൽ ഈ ഒരു അവസരമേ ഉള്ളൂ. എന്റെ ഭർത്താവ് അതാ രോഗം പിടിച്ചു സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, നീ ഒന്ന് വന്ന് കാണാനെന്ന് കുടുംബക്കാര് വന്ന് പറയുമ്പോൾ ആ പെണ്ണ് ഇസ്ലാമുള്ള സാലിഹത്തായ പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ആളയക്കുകയാണ്. യാ റസൂലല്ലാഹ്, എന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിലാണ് നബിയേ, പോയി കണ്ടിട്ട് വരട്ടെ നബിയേ. എന്റെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അപ്പോഴും പറഞ്ഞത്, നിന്റെ ഭർത്താവ് പറഞ്ഞതനുസരിക്കൂ. വെച്ച് കഴിഞ്ഞപ്പോൾ കുടുംബക്കാര് വന്നിട്ട് പറഞ്ഞു, പെണ്ണേ, വാപ്പ മരണപ്പെട്ടു പോയി, അതുകൊണ്ട് നിനക്ക് കാണാൻ പറ്റുന്ന അവസാനത്തെ ചാൻസാണ്. ഇനി വാപ്പാരെ കബറി കൊണ്ടുവച്ചാൽ നാളെ പരലോകത്ത് വെച്ചല്ലാതെ നിനക്ക് നിന്റെ വാപ്പയെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണണമെങ്കിൽ നീ വാപ്പന്റെ സാലിഹത്തായ പെണ്ണയില ഹദറത്ത് റസൂലുള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് പടച്ചവനെ അവിടെ നിന്നതാളയിക്കുകയാണ്. നബിയേ, വാപ്പ പോയി നബിയേ, മയ്യത്ത് കാണാൻ പോകട്ടെ നബിയേ. റസൂലുള്ള പറഞ്ഞു, പെണ്ണേ, ഭർത്താവ് പറഞ്ഞതനുസരിക്കലാണ് നല്ലത്. സുബ്ഹാനല്ലാഹ്, തന്റെ പിതാവിനെ
അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ആ പെണ്ണ് പോയില്ല എന്ന് ചരിത്രം പറയുമ്പോ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ ചരിത്രം എടുത്തെങ്കിൽ പടച്ചവനെ ഇങ്ങനെ എങ്ങാണെന്ന് സംഭവിച്ചു പോകാറ്. പടച്ചവനെ നമ്മുടെ ഭാര്യമാർ അനുസരിക്കാറുണ്ട്. ഭർത്താവ് പോകണ്ടെന്ന് പറഞ്ഞാൽ അല്ലാഹുവേ പടച്ചവനെ പെണ്ണ് നീ എവിടെയെങ്കിലും പോകുന്നെങ്കിൽ എന്റെ ഉമ്മാനെ വിളിച്ചു കൊണ്ടുപോകൂ. അവളെന്ന് പറയും ഈ കിളവിയിൽ നിന്ന് പോകാൻ എനിക്ക് മടിയാ. ഭർത്താവിനോട് ചോദിക്കാതെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളുണ്ട്. റസൂലുള്ള പറയുകയാ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ആകാശലോകത്തുള്ള സർവ മലക്കുകളും സർവചരാചരങ്ങളും നിന്നെ ശപിക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സർവ വസ്തുക്കളും ശപിക്കുന്നതാണ്. ആ പോകുന്ന വഴിയിലെന്നും മരിച്ചുപോയാ നരകത്തിന്റെ അവകാശിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യമാർക്ക് ഉപദേശം കൊടുക്കുമായിരുന്നു. പ്രവാചകന്റെ ഭാര്യമാർ എല്ലാവരും ഒരുമിച്ച് ഓടി. കാരണം പ്രവാചകന്റെ വീട്ടിൽ വല്ലാത്ത പട്ടിണിയാണ്. തങ്ങളുടെ ഭാര്യമാര് പടച്ചവനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. കാരണം വീടിന്റെ അകത്ത് വല്ലാത്ത പട്ടിണിയാണ്. കഴിക്കാൻ ഭക്ഷണമില്ല. ദിവസങ്ങളോളം പട്ടിണിയാണ്. തിന്നാനൊന്നുമില്ലാതെ വന്നപ്പോ ഭാര്യമാര് മുഴുവനും യോഗം ചേർന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു നബിയേ ഈ വിശപ്പൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ റസൂലുള്ളാഹി സഹിച്ചില്ല. പിന്നെ ഭാര്യമാരോട് മിണ്ടുന്നില്ല. നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ തീരുമാനം വരട്ടെ. പിന്നെ ഭാര്യമാരോട് പിണങ്ങി നിൽക്കുകയാണ്. എന്തിന്? പടച്ചവനെ അവിടെ നിന്ന് അവർ പട്ടിണി കിടന്ന് മടുത്തപ്പോ അവര് പറഞ്ഞ ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞപ്പോ നിൽക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരൊക്കെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ഒക്കെ ആയപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരണമെന്ന് അവർ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി അത് അറിഞ്ഞപ്പോ പിന്നെ ഭാര്യമാരോട് പിണങ്ങി മിണ്ടുന്നില്ല. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആനിൽ ആയത്തിറങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായിട്ട് വിളിച്ചത് ആയിഷ ബീവിയെ. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഞാനൊരു കാര്യം പറയാം, നീ പെട്ടെന്ന് മറുപടി ഒന്നും പറയണ്ട. വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ചിട്ടൊക്കെ ഒരു തീരുമാനം എടുത്താൽ മതി. വാപ്പാനോടും ഉമ്മാനോടും ആലോചിച്ച് സമാധാനത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതി. എന്തേ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, എൻ്റെ ഭാര്യമാർ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ കയ്യിലൊന്നുമില്ല. സുഖവും ആഡംബരങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തലാഖ് തരാം. നിങ്ങൾ പോയി സന്തോഷത്തോടു കൂടി ജീവിച്ചോ. ഇല്ല, എൻ്റെ കൂടെ ക്ഷമിച്ചും സഹിച്ചും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എന്തോ ആലോചിക്കാനാ നബിയെ? നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇത്ര എൻ്റെ വാപ്പാനോടും ഉമ്മാനോടൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പട്ടിണിയാണെങ്കിലും ഞാനുണ്ട് നബിയെ എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല ഓരോ ഭാര്യമാരോടും വിളിച്ചു പ്രവാചകൻ ഇത് പറഞ്ഞു. ഓരോ ഭാര്യമാരോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സാലിഹത്തായ പെണ്ണിൻ്റെ രണ്ടാമത്തെ അടയാളം അവൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കും. അള്ളാഹു അങ്ങനെയുള്ള ഭാര്യമാരായി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ പെണ്ണാരാണ്? സമയമില്ലാത്തത് കൊണ്ട് പടച്ചവനെ ഞാൻ വിശദീകരിക്കുന്നില്ല. സാലിഹത്തായ പെണ്ണിന്റെ മൂന്നാമത്തെ അടയാളം എന്താ? മഹാനായ
ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി പറയുകയാ, അദാ വൈദാ ഗാബ അൻഹാ ഹഫലതു, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ തന്റെ ശരീരത്തെ സൂക്ഷിക്കുന്നവളുണ്ടല്ലോ. പഠിച്ചവനെ, തന്റെ ഭർത്താവ് ഗൾഫിലാകട്ടെ, ജോലിക്ക് പോകട്ടെ, നാട്ടിലില്ലാതിരിക്കട്ടെ, ഭർത്താവ് വീട്ടിലില്ലാതിരിക്കട്ടെ, ആ സമയത്ത് ഹറാമായത് തനിക്ക് അല്ലാഹു മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കൽ ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, അതിനെ സൂക്ഷിക്കുന്ന ഒരു പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ അവള് സാലിഹത്തായ പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. പഠിച്ചവരെ, ഒരു അന്യ പെണ്ണിനെ കാണുന്നത് പോലും പാപമാണല്ലോ. പെണ്ണിന്റെ ശരീരം ഔറത്താണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വെറും ഗുഹ്യഭാഗം മാത്രമല്ല, പഠിച്ചവരെ, തന്റെ ശരീരം മുഴുവനും തന്റെ ഭർത്താവിന് കാണാനുള്ളതാണ്, അതിന് കാണിക്കാനുള്ളതല്ല. തന്റെ ഭർത്താവിന്റെ ശരീരവും തന്റെ സമ്പത്തും പഠിച്ചവനെ അഭിമാനവും സൂക്ഷിക്കുന്ന പെണ്ണുണ്ടല്ലോ, അത് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, പഠിച്ചവനെ, ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ തലയിൽ തുണിയുണ്ടോ മാറത്ത് തുണിയുണ്ടോ നോക്കാറില്ല. പഠിച്ചവനെ, ഓടി വന്നിട്ട് വാതിൽ തുറന്നിട്ട് പലരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. പണ്ടൊക്കെ വീട്ടില് ആരെങ്കിലും വന്ന് ബെല്ലടിച്ച പെണ്ണുങ്ങൾ മറകി നിന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കിടന്ന് കരയ. റസൂലുള്ളാഹി തങ്ങൾ കയറി ചെന്നപ്പോ പറയാ, നബി എന്തൊരു തലവേദനയാ പഠിച്ചവന്, അല്ലാത്തൊരു വേദനയാ. വേദന സഹിക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കിടന്ന് തല പൊട്ടുന്നു എന്ന് പരാതി പറഞ്ഞ ഭാര്യയോട് പ്രവാചകൻ പറഞ്ഞ ഒരു തമാശയാണ്. റസൂലുള്ള പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ എങ്ങാണമങ്ങ് മരിച്ചുപോയാൽ പഠിച്ചവരെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ മരിച്ചു പോകുന്നത്, അല്ലാഹുവേ, അതും ഒരു പ്രവാചകന്റെ ഭാര്യയല്ലേ ആയിഷ. നീ എങ്ങാണം മരിച്ചുപോയാ നിന്റെ ജനാസ ഒരാളെയും കാണാൻ അനുവദിക്കില്ല, നിന്റെ ശരീരം ഒരാൾക്കും കാണാൻ കൊടുക്കില്ല. ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് കുളിപ്പിക്കും ആയിഷ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിന്റെ ജനാസ ഞാൻ തന്നെ കഫൻ ചെയ്യും ആയിഷ. റസൂലുള്ളാഹി പറയുകയാണ്, നിന്റെ മയ്യത്ത് ഒരാളെയും കാണിപ്പിക്കാതെ ഞാൻ തന്നെ കുളിപ്പിക്കും, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയണം, ഞാൻ തന്നെ നിന്റെ മയ്യത്ത് പൊതിയണം. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വസല്ലൈതു അലൈഹി, നിന്റെ മയ്യത്ത് ഞാൻ തന്നെ ഇമാമത്ത് നിന്ന് നിസ്കരിക്കും ആയിഷ. എന്നിട്ട് എന്റെ കൈ കൊണ്ട് നിനക്ക് ഞാൻ കബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് നിനക്ക് കബർ കുഴിച്ചു തരും, എന്റെ കൈ കൊണ്ട് തന്നെ നിന്റെ കബറിന്റെ അകത്തേക്ക് ഞാൻ ഇറക്കി വെക്കും. നീ എത്ര വലിയ ഭാഗ്യവതിയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, പടച്ചോനെ, എന്തൊരു തലവേദന അല്ലാ, ഈ വേദന വന്ന എന്തല്ലേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ തലവേദനയാണ്, നീ അങ്ങ് മരിച്ചുപോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫൻ ഞാൻ പൊതിയും, നിന്റെ മയ്യത്ത് ഞാൻ സ്കരിക്കും, നിനക്ക് എന്റെ കൈ കൊണ്ട് കബറ് കുഴിച്ചിട്ട് ഞാൻ നിനക്ക് എന്റെ കൈ കൊണ്ട് തന്നെ കബറിൽ ഇറക്കി വെക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്നെ കൊണ്ട് കബറടക്കിയിട്ട് വേണം ഇനിയിപ്പോ ഇങ്ങോട്ട് വീട്ടിലല്ലേ വേറെ ഭാര്യമാരായിട്ട് കടന്നു വരാൻ, അങ്ങനെ ഇപ്പൊ വേണ്ടാന്ന്. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. ആയിഷ ബീവി അതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അതായിരുന്നു. അവരുടെ അതാ പ്രവാചകനുമായിട്ട് തമാശ ഇടയ്ക്കിടയ്ക്കൊക്കെ ചരിത്രം പറയുന്നു. അന്ന് മക്കത്തും മദീനത്തൊക്കെ ഈ നമ്മൾ ഇന്ന് കരോട്ടയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്ന പോലെ ആയുധത്തിന്റെ ഒക്കെ പല കളികളും ഉണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല എപ്പോഴും നബിയോട് പറയും, നബി എന്നെ കൂടെ കൊണ്ടുപോകാൻ, നബി എന്നെ കൊണ്ടുപോകണം. ഒരിക്കൽ കൊണ്ടുപോയി. റസൂലുള്ളാഹി തങ്ങള് ആ ഒരു വിനോദമായ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇത് എടുത്ത് മസല വെച്ചിട്ട് കൊണ്ടുപോകാന്നല്ല, അങ്ങനെ ഇവിടെ വേണം ഉസ്താദ്. അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കൊണ്ട് സർക്കസ് കാണാൻ പോയെന്ന് നമുക്കും പോകാം എന്നല്ല, നമ്മൾ മസല കണ്ടെത്തുന്ന അങ്ങനാണല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അവിടെ നിങ്ങൾ ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തോളിൽ ചാരി ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പടച്ചോനെ, ആ സമയത്ത് മഹാനായ സയ്യിദുൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ഓടാ ജീവനും കൊണ്ടല്ല. ഉമർ തങ്ങൾ വന്നപ്പോ അവിടെ നിറങ്ങി ഓടി. ആയിഷ നബി വരെ എഴുന്നേറ്റ് പോയെന്നാ. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ? ഉമറിന് ഇതൊന്നും ഇഷ്ടമല്ലെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പറഞ്ഞത്, വല്ലപ്പോഴും ആ പാവത്തിനെ ഒന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകണം കേട്ടോ. പെണ്ണ് കെട്ടിക്കൊണ്ട് അടുക്കള ഇട്ടാ പോരാ, വല്ലപ്പോഴെങ്കിലും പാവത്തിനെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകണമെന്നല്ല, വികാലാൻഡി കൊണ്ടുപോയി ഇത്രയുള്ളത് ഇട്ടുകൊണ്ട് കുളത്തിൽ ഇറക്കണമെന്നല്ല, ചങ്കമുഖം കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് തുണി വാങ്ങാൻ വസ്ത്രമില്ലാത്ത പാവങ്ങളെ കാണിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. ആ പാവത്തിനെ കൊണ്ടുപോകാൻ നമ്മളല്ലേ ഉള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.